മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ 5ാം ക്ലാസ്സുകാരിയുടെ കൈ തല്ലിയൊടിച്ച അധ്യാപകനെതിരെ കൂടുതൽ നടപടിക്ക് സാധ്യതയുണ്ട്. ഗണിത അധ്യാപകൻ വടകര സ്വദേശി ബാലരാജ് ഇപ്പോൾ റിമാൻഡിലാണ്. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു അധ്യാപകന്റെ ചൂരൽ പ്രയോഗം. ബൽരാജിനെതിരെ നിരവധി രക്ഷിതാക്കളും സമാന പരാതി ഉന്നയിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷിതാക്കൾ. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, ഈ അധ്യാപകനൊക്കെ തക്കതായ ശിക്ഷ തന്നെ ലഭിക്കേണ്ടതാണ്. രക്ഷിതാക്കൾ അടക്കം വളരെ ഗൗരവതരമായിട്ടുള്ള പരാതികളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. റോഷ്നി, അക്കാര്യത്തിൽ സംശയമില്ല. നേരത്തെയും സമാനമായ രീതിയിലുള്ള പരാതി ബൽരാജിനെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള വിഷയം. അതിലേതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതും ചോദ്യമാണ്. നിലവിലിപ്പോൾ ഇയാൾ റിമാൻഡിലാണ്. അതിൽ കവിഞ്ഞ് ഇയാൾക്കെതിരെ തുടർ നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുകൂടി ഉണ്ടാകണമെന്നുള്ള ആവശ്യത്തിലാണ് രക്ഷിതാക്കളുള്ളത്. ആ ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. ബാലാവകാശ കമ്മീഷനെയും കുടുംബം ഇപ്പോൾ സമീപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം PTA ഭാരവാഹികൾ വീട്ടിലെത്തി പരിക്കേറ്റ വിദ്യാർത്ഥിയൊക്കെ കാണുകയും ചെയ്തിരുന്നു. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്നാരോപിച്ചായിരുന്നു റോഷ്നി അധ്യാപകന്റെ ഈ ചൂരൽ പ്രയോഗം. 5ാം ക്ലാസ്സുകാരിയുടെ കൈയാണ് ഗുരുതരമായി പരിക്ക് പറ്റിയത്. കൈ തല്ലിയൊടിക്കുന്ന നിലയിലേക്ക് ഈ ശിക്ഷാ നടപടി മാറുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് രക്ഷിതാക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുന്നതും പിന്നാലെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും ഇയാൾ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നതും. ഏതായാലും റോഷ്നി, പ്രാകൃതമായ ഒരു ശിക്ഷാരീതി എന്ന് തന്നെ പറയണം. അധ്യാപകരുടെയൊക്കെ ഈ രീതിയിൽ കൈയൊക്കെ തല്ലിയടിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ രീതിയിലുള്ള നടപടി ഉണ്ടായില്ല എങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. ഏതായാലും കുടുംബം ബാലാവകാശ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ തുടർ നടപടിയിലാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.